ഹായ് ഫ്രണ്ട്സ്, വിഭൂസി ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC മുൻവർഷം ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങൾ ഉണ്ട്? പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങൾ ഉണ്ട്? 16. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഡീസൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമട കായൽ. കേരളത്തിൽ വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം. കേരളത്തിൽ വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1961. 1961. നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല. നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം. ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല. ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല വയനാട്. ഇന്ത്യയിലെ ആദ്യ വൈഫൈ നഗരസഭ. ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരസഭ മലപ്പുറം. ലിറ്റിൽ പ്രൊഫസർ സംരംഭം ആരംഭിച്ച സർവകലാശാല. ലിറ്റിൽ പ്രൊഫസർ സംരംഭം ആരംഭിച്ച സർവകലാശാല ഏതാണ്? കാലിക്കറ്റ് സർവകലാശാല. കാലിക്കറ്റ് സർവകലാശാല. കേരളത്തിലെ പ്രസിദ്ധമായ ആന വളർത്തൽ കേന്ദ്രം. കേരളത്തിലെ പ്രസിദ്ധമായ ആന വളർത്തൽ കേന്ദ്രം കോടനാട്. കോടനാട്. ഇന്ത്യയിലെ ആദ്യ ബാലസൗഹൃദ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി. സൈലന്റ് വാലി. ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? കായംകുളം. കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? കുട്ടനാട്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം 1895. 1895. മൈസൂർ ഏത് യൂറോപ്യൻ ശക്തിയുടെ അധീനതയിലായിരുന്നു? മൈസൂർ ഏത് യൂറോപ്യൻ ശക്തിയുടെ അധീനതയിലായിരുന്നു? ബ്രിട്ടീഷ്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭു. ടിപ്പു സുൽത്താൻ മരണമടഞ്ഞ യുദ്ധം. ടിപ്പു സുൽത്താൻ മരണമടഞ്ഞ യുദ്ധം ഏതാണ്? നാലാം മൈസൂർ യുദ്ധം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടി. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു. വെല്ലസ്ലി പ്രഭു. കേരളത്തിലെ നദികളിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി. കേരളത്തിലെ നദികളിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി ഏതാണ്? കുന്തിപ്പുഴ. ഏതാണ്? കുന്തിപ്പുഴ. കേരളത്തിലെ നദികളിൽ ഏറ്റവും മലിനീകരണം കൂടിയ നദി ചാലിയാർ പുഴ. കേരളത്തിലെ നദികളിൽ ഏറ്റവും മലിനീകരണം കൂടിയ നദി ചാലിയാർ പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴ ഏതാണ്? തൂത്തുപുഴ. തൂത്തുപുഴ. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ്? റോബർട്ട് റൈറ്റ്. ആരാണ്? റോബർട്ട് റൈറ്റ്. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ്.
കേരളത്തിൽ ഉയരം കൂടിയ കൊടുമുടി. കേരളത്തിൽ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ. തിരുവാതിര ഞാറ്റുവേല ഏത് രാശിയിലായിരിക്കും? തിരുവാതിര ഞാറ്റുവേല ഏത് രാശിയിലായിരിക്കും? മിഥുനം. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി കബനി. പാലക്കാട് ജില്ലയിലെ ഏത് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലെ ഏത് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്? മണ്ണാർക്കാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശം അറിയപ്പെടുന്നത്? ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിനും ഉയരത്തിലുള്ള പ്രദേശം അറിയപ്പെടുന്നത് മലനാട്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്? സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ് 1984. സൈലന്റ് വാലി ഉദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സൈലന്റ് വാലി ഉദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ് 1985. നിലമ്പൂർ തേക്കിൻകാടുകളിലൂടെ ഒഴുകുന്ന നദി. നിലമ്പൂർ തേക്കിൻകാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചാലിയാർ പുഴ. ഏതാ? ചാലിയാർ പുഴ. മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി. മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നത് എന്താണ്? പശ്ചിമഘട്ടം. സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ടം. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? രോഹിണി. ഏതാണ്? രോഹിണി. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ഏതാണ്? ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഭാസ്കര 1. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ഓഷ്യൻസാറ്റ് 1. സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഓഷ്യൻസാറ്റ് 1. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ഏതാണ്? ശ്രീഹരിക്കോട്ട. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഒരു കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. ഇത് ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഒരു കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. ഇത് ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ഏതാണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ വനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ വനം ഏതാണ്? സുന്ദർബൻസ്. എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ വനം? സുന്ദർബൻസ്. കണ്ടൽ വനങ്ങളിൽ കടുവകളെ കാണാൻ കഴിയുന്ന ലോകത്തിലെ ഏക പ്രദേശം ഏതാണ്? സുന്ദർബൻസ്. കണ്ടൽ വനങ്ങളിൽ കടുവകളെ കാണാൻ കഴിയുന്ന ലോകത്തിലെ ഏക പ്രദേശവും സുന്ദർബൻസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് ബോർ. എവിടെയാണ്? മഹാരാഷ്ട്ര. ബോർ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആകെ ടൈഗർ റിസർവുകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിലെ ആകെ ടൈഗർ റിസർവുകളുടെ എണ്ണം 50. പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ജിം കോർബറ്റ് ദേശീയോദ്യാനം, ഉത്തരാഖണ്ഡ്. ജിം കോർബറ്റ് ദേശീയോദ്യാനം, ഉത്തരാഖണ്ഡ്.
ഏത് വർഷമാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്? ഏത് വർഷമാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്? 2010 ജൂലൈ 15. 2010 ജൂലൈ 15-ന്. ഒരു രൂപ നോട്ടുകളിൽ ഒപ്പിടുന്നത്. ഒരു രൂപ നോട്ടുകളിൽ ഒപ്പിടുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ RBI പുറത്തിറക്കി തുടങ്ങിയ വർഷം. മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ RBI പുറത്തിറക്കി തുടങ്ങിയ വർഷം 1996. 1996. ഇന്ത്യൻ കറൻസി നോട്ടിൽ എത്ര ഭാഷയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? 17. ഇന്ത്യൻ കറൻസി നോട്ടിൽ എത്ര ഭാഷയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? 17. ആദ്യം കാണുന്ന ഭാഷ ഏതാണ്? ആസാമീസ്. ആദ്യം കാണുന്നത് ആസാമീസ്. അവസാനം കാണുന്ന ഭാഷ ഏതാണ്? ഉറുദു. അവസാനം കാണുന്ന ഭാഷ ഉറുദു. ഏഴാമത്തെ ഭാഷ ഏതാണ്? മലയാളം. ഏഴാമത്തെ ഭാഷ മലയാളം. ഒമ്പതാമത്തത് ഏതാണ്? നേപ്പാളി. ഇന്ത്യൻ കറൻസിയിലെ ഏക വിദേശ ഭാഷ ഏതാണ്? നേപ്പാളി. നോട്ട് നിരോധനം ആദ്യം ഏത് വർഷമാണ്? 1946-ലാണ് ആദ്യമായിട്ട് നോട്ട് നിരോധിച്ചത്. രണ്ടാമത് 1978. അവസാനമായി 2016 നവംബർ 8. 2016 നവംബർ 8. ഓക്കെ ദെൻ, കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.